മോർണിംഗ്. എല്ലാവരും സേഫ് ആണെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ മൈക്രോയുടെ ഫസ്റ്റ് യൂണിറ്റിൽ സെൻട്രൽ പ്രോബ്ലംസ് അനലൈസ് ചെയ്തിരുന്നു അല്ലേ? ഇക്കണോമിക് ആക്ടിവിറ്റീസും നോൺ ഇക്കണോമിക് ആക്ടിവിറ്റീസ് തമ്മിലുള്ള വ്യത്യാസം, ബേസിക് ഇക്കണോമിക് പ്രോബ്ലംസ് എന്തൊക്കെയാണ് എന്നൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിൽ ബേസിക് ആയിട്ടുള്ള പ്രോബ്ലം ഓർമ്മയുണ്ടാവുമല്ലോ, പ്രോബ്ലം ഓഫ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. ഹൗ ടു അലോക്കേറ്റ് ദി സ്കേർസ് റിസോഴ്സസ് എന്നാണ് നമ്മൾ പഠിച്ചിട്ടുള്ളത്. അപ്പോൾ അലോക്കേഷൻ എങ്ങനെയാണ്, അലോക്കേഷൻ പറഞ്ഞാൽ എന്താണ്, എങ്ങനെയാണ് നമ്മൾ റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്യുക എന്നാണല്ലോ അതിന്റെ മീനിങ്. ഇപ്പൊ ദാറ്റ് ഈസ് റിലേറ്റഡ് വിത്ത് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന് നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ള പ്രോബ്ലത്തിനെ കുറച്ചുകൂടെ സിംപ്ലിഫൈ ചെയ്ത് നമുക്കൊരു ഗ്രാഫിലൂടെ എക്സ്പ്രസ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ അലോക്കേഷൻ ഓഫ് റിസോഴ്സസ് ക്യാൻ ബി സിംപ്ലി എക്സ്പ്രസ്ഡ് ത്രൂ എ ഗ്രാഫ് which is termed as production possibility curve. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്നുള്ള ഒരു ഗ്രാഫിലൂടെ നമുക്ക് എങ്ങനെയാണ് സ്കേർസ് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുക എന്നുള്ളത് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ എന്താണ് PPC, PPCയുടെ പ്രധാനപ്പെട്ട അസംഷൻസ് എന്തൊക്കെയാണ്, ഓക്കെ, ഇപ്പം അതിന്റെ ഷേപ്പ് എന്താണ്, എന്തുകൊണ്ടാണ് PPCക്ക് അങ്ങനെ ഒരു പെർട്ടിക്കുലർ ഷേപ്പ് കിട്ടുക, അപ്പോൾ എന്താണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, ഇങ്ങനെയുള്ള കുറച്ച് ടേംസ് ആണ് അല്ലെങ്കിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ് ആണ് നമുക്കിന്ന്. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഇതിലൊരു ഗ്രാഫ് ഉണ്ടാവും, ഒരു ടേബിൾ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുണ്ട്. അപ്പൊ അതുകൊണ്ട് വളരെ ശ്രദ്ധിച്ച് എടുക്കാം. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ മീനിങ് എന്താണെന്ന് നോക്കുന്നതിന് മുന്നിൽ അത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടുന്ന അസംഷൻസ് എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, സോ അസംഷൻസ് ദാറ്റ് വി ഹാവ് ടു ഗെറ്റ് ഇൻ മൈൻഡ് while preparing a production possibility curve. Okay, the first one എന്ന് പറയുന്നത് only two goods are considered, only two goods are produced എന്നുള്ള മീനിങ് ആണ് നമ്മൾ എടുക്കുക. അതായത് നമുക്കറിയാം ഇക്കോണമിയിൽ ഒരുപാട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ എല്ലാ ഗുഡ്സിന്റെയും പ്രൊഡക്ഷനെ ബേസ് ചെയ്ത് നമുക്കൊരു അനാലിസിസ്, മീൻസ് ഗ്രാഫിക്കൽ ഒരു അനാലിസിസ് പോസിബിൾ അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക, രണ്ട് ഗുഡ്സിനെ മാത്രം നമ്മളിവിടെ അസ്യൂം ചെയ്യുക. ഇക്കോണമിയിൽ 2 ഗുഡ്സ് മാത്രം അല്ലെങ്കിൽ സൊസൈറ്റിയിലെ 2 ഗുഡ്സ് മാത്രമാണ് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ള കണ്ടീഷനാണ് ഫസ്റ്റ് വൺ. So first assumption is what? Only 2 goods are considered, or only 2 goods are produced in the society or in the economy. That's the first assumption. Then second assumption is fuller utilization or maximum utilization of resources. Okay, നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ റിസോഴ്സസിനെയും നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യണം, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക അല്ലെങ്കിൽ ഫുള്ളർ ആയിട്ട്, അതായത് പരമാവധി നമ്മൾ ഉപയോഗിക്കുക. ഇപ്പൊ ലാൻഡ് ആയാലും ലേബർ ഫോഴ്സ് ആണെങ്കിലും മെഷീൻസിനെ ആണെങ്കിലും ഏത് ഫാക്ടറും ആയിക്കോട്ടെ, എല്ലാ ഫാക്ടേഴ്സിനെയും നമ്മൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യേണ്ടി വരും, മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഐഡിയൽ ആയിട്ട് ഒരു റിസോഴ്സസ് ഉണ്ടാകരുത് എന്നാണ് നമ്മൾ മീൻ ചെയ്യുക. സോ സെക്കൻഡ് അസംപ്ഷൻ മീൻസ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് അവൈലബിൾ റിസോഴ്സസ് ഓർ fuller utilization of available resources. Okay, and the third one, technology remains constant. Technology എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, ടെക്നോളജി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള അല്ലേ, സാങ്കേതിക വിദ്യ ഇംപ്രൂവ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നോളജി വരുവാണെങ്കിൽ എന്ത് സംഭവിക്കും, പ്രൊഡക്ഷന്റെ അളവ് ഇൻക്രീസ് ചെയ്യും. ലെസ് കോസ്റ്റിൽ മോർ ഔട്ട്പുട്ട് ക്യാൻ ബി പ്രൊഡ്യൂസ് എന്നാണല്ലോ ടെക്നോളജിയുടെ ഒരു പോസിറ്റീവ് സൈഡ് എന്ന് പറയുക. അപ്പൊ ടെക്നോളജി ഇവിടെ നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്യുന്നു, ടെക്നോളജിയിൽ ഒരു മാറ്റവും ഇല്ല. അതാണ് നമ്മുടെ മൂന്നാമത്തെ കണ്ടീഷൻ. സോ മൂന്നാമത്തെ അസംപ്ഷൻ എന്ന് പറയുന്നത് ടെക്നോളജി റിമൈൻസ് കോൺസ്റ്റന്റ്. ആൻഡ് ദ ലാസ്റ്റ് വൺ ഇറ്റ്സ് എ ഷോർട്ട് പീരീഡ് അനാലിസിസ്. അതായത് ഒരു ഷോർട്ട് പീരീഡ്, ചെറിയൊരു ഡ്യൂറേഷനിൽ അല്ലെങ്കിൽ എന്താണ് പെർട്ടിക്കുലർ പീരീഡ് എടുത്തിട്ട് അതിന്റെ ബേസിസിലായിരിക്കും ഈ ഒരു തിയറി അല്ലെങ്കിൽ ഈ ഒരു ഗ്രാഫ് നമ്മൾ അനലൈസ് ചെയ്യുക. ഷോർട്ട് പീരീഡ് ആകുമ്പോൾ എന്താ പ്രത്യേകത, സപ്ലൈ ഓഫ് ഫാക്ടേഴ്സ് എന്ന് പറയുന്നത് ഫിക്സഡ് ആയിരിക്കും. ഷോർട്ട് പീരീഡിൽ നമുക്ക് ഒരിക്കലും എന്തിന്റെ സപ്ലൈ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല, ലാൻഡിന്റെ സപ്ലൈ കൂട്ടാൻ പറ്റില്ല, ലേബേഴ്സിന്റെ സപ്ലൈ കൂട്ടാൻ പറ്റില്ല, മെഷീൻസിന്റെ സപ്ലൈ കൂട്ടാൻ പറ്റില്ല. അപ്പൊ ഈ ഫാക്ടേഴ്സ് സപ്ലൈ കൂട്ടണമെങ്കിൽ ലോങ് പീരീഡ് ഓഫ് ടൈം ഈസ് റിക്വയർഡ്. ഒരു ലോങ് പീരീഡ് അനാലിസിസ് ആണെങ്കിൽ ഈ കണ്ടീഷൻസ് എല്ലാം വേരി ചെയ്യും. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മൾ അസ്യൂം ചെയ്യുന്നത് എന്താണ്, ഷോർട്ട് പീരീഡ് അനാലിസിസ്. പ്രധാനമായിട്ടും 4 അസംഷൻസ് ആണ് നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അസംഷൻസ് ഒന്നുകൂടെ നോക്കുക. First one, only 2 goods are considered. Second one, maximum utilization of available resources. And the third one, technology is assumed to be constant. And the fourth one, short period analysis. Okay, ഈ assumptions എല്ലാം നമ്മൾ സാറ്റിസ്ഫൈ ചെയ്യണം. ഉദാഹരണത്തിന് നമുക്കൊരു 50 സെന്റ് സ്ഥലം ഉണ്ടെന്ന് കരുതുക. ഈ സ്ഥലത്ത് നമുക്ക് 2 ഔട്ട്പുട്ട്, ദാറ്റ് മീൻസ് 2 പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യണം.
വീറ്റും റൈസും. ഓക്കെ, സപ്പോസ് നമ്മൾ വീറ്റ് എൻറ്റയർ ലാൻഡിനെയും നമ്മൾ വീറ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാൻ ഉപയോഗിക്കുകയാണെങ്കിൽ റൈസിന്റെ പ്രൊഡക്ഷൻ അവിടെ എന്തായിരിക്കും? 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. ഓക്കെ, വീറ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുകയാണെങ്കിൽ റൈസിന്റെ പ്രൊഡക്ഷൻ കുറയും. ഇനി റൈസിന് ഡിമാൻഡ് ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ട് സെയിം ലാൻഡ് തന്നെയാണ്, ലാൻഡിന് ഏരിയയിൽ വ്യത്യാസമില്ല. അപ്പോൾ റൈസിന്റെ ഡിമാൻഡ് ഇനിഷ്യൽ സ്റ്റേജിൽ ഒന്നും ഉണ്ടായിരുന്നില്ല, പബ്ലിക്കിന്റെ ഡിമാൻഡ് വീറ്റ് മാത്രമാണ്. അവിടെ ഡിമാൻഡ് മാറി റൈസിന്റെ ഡിമാൻഡ് കൂടി എന്ന് സങ്കല്പിക്കുക. പബ്ലിക്കിന്റെ റൈസിന്റെ ഡിമാൻഡ് കൂടുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന്റെ പ്രൊഡക്ഷൻ എന്ത് ചെയ്യേണ്ടി വരും? കൂട്ടേണ്ടി വരും. എങ്ങനെയാണ് നമുക്ക് ഇൻക്രീസ് ചെയ്യാൻ പറ്റുക? ഓൺലി ബൈ റെഡ്യൂസിങ് ദി പ്രൊഡക്ഷൻ ഓഫ് വീറ്റ്. വീറ്റിന്റെ പ്രൊഡക്ഷൻ കുറച്ചിട്ട് മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? റൈസിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ പറ്റത്തുള്ളൂ, അല്ലേ? അപ്പൊ റൈസിന്റെ ഡിമാൻഡ് വീണ്ടും വീണ്ടും കൂടുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? വി ഹാവ് ടു റെഡ്യൂസ് ദി പ്രൊഡക്ഷൻ ഓഫ് വീറ്റ്. ഇനി പബ്ലിക്കിന് റൈസ് മാത്രം മതി എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? എൻറ്റയർ ലാൻഡിനെ നമ്മൾ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി യൂട്ടിലൈസ് ചെയ്യണം. അവിടെ വീറ്റിന്റെ പ്രൊഡക്ഷൻ എങ്ങനെയോ 0 ആയിരിക്കും. ഓക്കെ, അപ്പൊ ഈ ഒരു അനാലിസിസ് എങ്ങനെയാണ് റിസോഴ്സസിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുക, അപ്പൊ അലോക്കേറ്റ് ചെയ്യുമ്പോൾ ഔട്ട്പുട്ട് എങ്ങനെയായിരിക്കും എന്നൊക്കെ ഉള്ള ഒരു അസംഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് വേണ്ടി വരിക. അപ്പോൾ ഇതിനെ ബേസ് ചെയ്തൊരു ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ, ദാറ്റ് മീൻസ് അലോക്കേഷൻ ഓഫ് റിസോഴ്സസിനെ ബേസ് ചെയ്ത് ഒരു ടേബിൾ നമ്മൾ പ്രിപ്പയർ ചെയ്യുവാണെങ്കിൽ അതിനെ നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്നാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ദാറ്റ്സ് എ ടേബിൾ വിച്ച് ഷോസ് ദി വേരിയസ് പോസിബിൾ കോമ്പിനേഷൻ ഓഫ് ടു ഗുഡ്സ് that can be produced with available resources and technology within a given period of time. ഒരു നിശ്ചിത കാലയളവിൽ ഇക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെയും ടെക്നോളജിയും ഉപയോഗിച്ച് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന രണ്ട് ഗുഡ്സിന്റെ പല കോമ്പിനേഷൻസിനെ കാണിക്കുന്ന ഒരു ടേബിളിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ നമുക്കൊരു ഇമാജിനറി പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കാം. അപ്പൊ നമ്മൾ ഒരു പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സെറ്റ് എന്ന് പറയുന്നത് ഓർത്തോളൂ, ടേബിൾ. ഈ ഒരു ടേബിളിനെയാണ് നമ്മൾ ഒരു സെറ്റ് ആയിട്ട് കൺസിഡർ ചെയ്യുക. അപ്പൊ ഈ ടേബിളിൽ എന്തിനെ കുറിച്ചാണ് എക്സ്പ്ലെയിൻ ചെയ്യുക? പല കോമ്പിനേഷൻസ് ആണ്, പോസിബിലിറ്റീസ് ആണ്. പോസിബിലിറ്റീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സാധ്യതകൾ. ഒരു പെർട്ടിക്കുലർ ആ ലാൻഡിന് നമ്മൾ ഉപയോഗിക്കുമ്പോൾ ഈ പോസിബിലിറ്റീസ് എല്ലാം ഒരു പ്രൊഡ്യൂസർ അല്ലെങ്കിൽ ഒരു ഇൻഡിവിജ്വൽക്ക് ഫേസ് ചെയ്യേണ്ടി വരും. എങ്ങനെയാണ്? ഇപ്പോ ഫസ്റ്റ് പോസിബിലിറ്റി, അതായത് എ എന്നുള്ളൊരു പോസിബിലിറ്റിയുടെ പ്രത്യേകത എന്താണ്? അവിടെ വീറ്റിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് രണ്ട് ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, വീറ്റും റൈസും. ഇനിഷ്യൽ സ്റ്റേജിൽ എന്താണ് അസ്യൂം ചെയ്യുക? വീറ്റിന്റെ പ്രൊഡക്ഷൻ 0 ആയിട്ടും റൈസിന്റെ പ്രൊഡക്ഷൻ 15 ക്വിന്റൽസ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പൊ അതെന്താ നമ്മൾ മീൻ ചെയ്യുന്നത്? ഈ ഫസ്റ്റ് പോസിബിലിറ്റി എന്ന് പറഞ്ഞാൽ അവിടെ എൻറ്റയർ ലാൻഡിനെയും നമ്മൾ എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നു? റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി മാത്രമാണ്. അവിടെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് ഏത് ഗുഡ് മാത്രമാണ് പ്രൊഡ്യൂസ് ചെയ്യുക? റൈസ് മാത്രമാണ്. ഓക്കെ, വീറ്റിന്റെ പ്രൊഡക്ഷൻ അവിടെ എങ്ങനെയായിരിക്കും? 0. അപ്പൊ പബ്ലിക്കിന് വീറ്റിന് ഡിമാൻഡ് ഇല്ല, എൻറ്റയർ റിസോഴ്സസിനെയും നമ്മൾ യൂട്ടിലൈസ് ചെയ്യുന്നു ഫോർ പ്രൊഡ്യൂസിംഗ് ബോൺ റൈസ്. അതാണ് കണ്ടീഷൻ. നമുക്ക് പബ്ലിക്കിന് വീറ്റ് വേണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് ഏത് പോസിബിലിറ്റി സെലക്ട് ചെയ്യാം? എ എന്നുള്ളൊരു പോസിബിലിറ്റി നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, ദെൻ രണ്ടാമത്തെ പോസിബിലിറ്റി നോക്കൂ. ബി എന്നുള്ള പോസിബിലിറ്റിയുടെ പ്രത്യേകത എന്താ? അവിടെ വീറ്റിന്റെ ഡിമാൻഡ് നേരത്തേക്കാളും ഇൻക്രീസ് ചെയ്യും, അല്ലെ? നേരത്തെ ആർക്കും വീറ്റ് വേണ്ടായിരുന്നു, ഇപ്പൊ എന്താണ്? ഗോതമ്പിന്റെ ഡിമാൻഡ് കൂടി. അപ്പൊ ഗോതമ്പ് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും നമുക്ക്? വി ഹാവ് ടു റെഡ്യൂസ് ദി പ്രൊഡക്ഷൻ ഓഫ് റൈസ്. റൈസിന്റെ പ്രൊഡക്ഷൻ കുറച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? വീറ്റിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ കഴിയത്തുള്ളൂ. സോ വി ഹാവ് ടു forgone certain units of rice. റൈസിന്റെ കുറച്ച് യൂണിറ്റ്സ് നമ്മൾ പ്രൊഡക്ഷൻ വേണ്ടാന്ന് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? വീറ്റിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ. സെക്കൻഡ്, അപ്പോ അവിടെയും നമ്മൾ ഓർക്കുക എന്താണ്? വീറ്റ് 2 ക്വിന്റൽ മാത്രമേ പ്രൊഡ്യൂസ് ചെയ്യുന്നുള്ളൂ. അവിടെ പ്രിഫറൻസ് എന്ന് പറഞ്ഞാൽ എന്തിനു തന്നെയാണ്? റൈസിനാണ്. ഓക്കെ, മൂന്നാമത്തെ പോസിബിലിറ്റി എന്ന് പറയുന്നത് സിയുടെ കേസിൽ അവിടെ എന്താ? വീണ്ടും വീറ്റിന്റെ ഡിമാൻഡ് കൂടുകയാണ്. അപ്പൊ ഫ്രം എത്ര പ്രൊഡക്ഷൻ കൂടി? 2 ക്വിന്റലിൽ നിന്ന് 4 ക്വിന്റൽസ് ആയിട്ട് അതിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. അവിടെയും നമുക്ക് എന്ത് ചെയ്യേണ്ടി വന്നു? വി ഹാവ് ടു ഫോർഗോൺ. ഇതൊരു കണ്ടിന്യൂസ്, നമുക്ക് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, അല്ലേ? 14 യൂണിറ്റ്സിൽ നിന്ന്, അതായത് 14 ക്വിന്റൽസിൽ നിന്ന് അതിന്റെ പ്രൊഡക്ഷൻ 12 ആയിട്ട് കുറയ്ക്കേണ്ടി വന്നു. അപ്പൊ ഫോർഗോൺ ചെയ്യുന്നതിന്റെ റേറ്റ് കൂടിക്കൂടി വരികയാണ്.
അതായത് വീറ്റിന്റെ പ്രൊഡക്ഷൻ കൂട്ടാൻ വേണ്ടി നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? റൈസിന്റെ പ്രൊഡക്ഷൻ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഫോർഗോൺ ചെയ്യണം, സാക്രിഫൈസ് ചെയ്യണം, വേണ്ടാന്ന് വെക്കണം. എന്നാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയത്തുള്ളൂ? വീറ്റിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യാൻ കഴിയത്തുള്ളൂ. ഓക്കെ, അതിന്റെ ലാസ്റ്റ് വൺ നോക്കൂ. എഫ് എന്ന് പറയുന്ന പോയിന്റിൽ എന്താ നമുക്ക് മനസ്സിലാവുക? ഇവിടെ വീറ്റിന്റെ പ്രൊഡക്ഷൻ 10 ക്വിന്റൽസും റൈസിന്റെ പ്രൊഡക്ഷൻ 0യുമാണ്. അങ്ങനെ വരുമ്പോൾ അതിന്റെ മീനിങ് എന്തായിരിക്കും? എൻഡയർ ലാൻഡിനെയും എൻഡയർ റിസോഴ്സസിനെയും നമ്മൾ എന്തിനു വേണ്ടി യൂട്ടിലൈസ് ചെയ്യാണ്? വീറ്റിന്റെ പ്രൊഡക്ഷന് വേണ്ടി നമ്മൾ യൂട്ടിലൈസ് ചെയ്യാം. ഇപ്പൊ പബ്ലിക്കിന് ആർക്കും, സൊസൈറ്റിയിലുള്ള ആർക്കും എന്തിനോട് പ്രിഫറൻസ് ഇല്ല? റൈസിനോടുള്ള യാതൊരു ഡിമാൻഡ് ഇല്ല. അപ്പൊ അവിടെ നമ്മൾ ഏത് കമ്മോഡിറ്റി, ഏത് സിറ്റുവേഷനാണ്? വീറ്റ് 10 ക്വിന്റൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അപ്പൊ ഒരു സൊസൈറ്റിയുടെ മുന്നിൽ ഈ പോസിബിലിറ്റീസ് എല്ലാം ഉണ്ട്. ഇതിനകത്ത് ഏത് വേണമെങ്കിലും നമുക്ക് ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മളൊരു ഇങ്ങനെ പ്രിപ്പയർ ചെയ്യുന്ന ഒരു ടേബിളിനെയാണ് എന്ത് പേരിൽ പറയാ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറയാം. ഓക്കെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് നമ്മൾ മീൻ ചെയ്യുക? ദാറ്റ്സ് എ ടേബിൾ വിച്ച് ഷോസ് വേരിയസ് പോസിബിൾ കോമ്പിനേഷൻസ്. പല വേരിയസ് പോസിബിലിറ്റീസ് ആണ്. പോസിബിൾ കോമ്പിനേഷൻസ്. ഇവിടുത്തെ പോസിബിലിറ്റീസ് ഏതൊക്കെയാ? എ പ്രൊഡ്യൂസർ ക്യാൻ പ്രൊഡ്യൂസ് either in A, B, A or B or C or D up to F വരെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം. ഇതിനകത്ത് ഏത് പോസിബിലിറ്റീസ് വേണമെങ്കിലും അവിടെ പ്രിഫർ ചെയ്യാം. ഓക്കെ, സോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് is a table which shows various possible combinations of two goods. Okay, two goods that can be produced with available resources and technology within a given period of time എന്നുള്ള മീനിങ്ങിലാണ് നമ്മൾ എടുക്കുക. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടാവും. ഇനി ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിനെ നമുക്കൊരു ഗ്രാഫിൽ എക്സ്പ്രസ് ചെയ്യാം. ഓക്കെ, ആ ഗ്രാഫിനെയാണ് നമ്മൾ എന്ത് പേരിൽ പറയാ? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയാ, അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയാം. സോ PPC എന്ന് പറയുന്നത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് is the graphical presentation of production possibility set. ഓക്കെ ആണോ? ഓക്കെ, അപ്പൊ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചിട്ടുണ്ട്. ഇതിന്റെ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ്. ഓക്കെ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി സെറ്റിന്റെ ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ആണ് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുക, ഓർ PPC, ഓർ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയുക. അപ്പം എക്സും വൈയും വരച്ചിട്ടുണ്ട്. എക്സിൽ നമുക്ക് വെയിറ്റ് മെഷർ ചെയ്യാം. ഓക്കെ, വൈയില് റൈസ്. അപ്പോ ഇനി ഇത് എങ്ങനെയാണ് പോസിബിലിറ്റീസ് മാർക്ക് ചെയ്യാൻ നമുക്ക് നോക്കാം. നമുക്കറിയാം ഇന്റർസെക്ഷൻ വരണം. അതായത് എ എന്നുള്ളൊരു പോസിബിലിറ്റി ഇല്ല. വീറ്റിന്റെ പ്രൊഡക്ഷൻ 0യും റൈസിന്റെ പ്രൊഡക്ഷൻ 15ഉമാണ് അല്ലെ? അപ്പൊ വീറ്റിന്റെ പ്രൊഡക്ഷൻ 0 എന്ന് പറയുന്നത് ഒറിജിനൽ ആയിരിക്കും, 0യും റൈസിന്റെ പ്രൊഡക്ഷൻ 15ഉം. ഈ രണ്ട് പോയിന്റ്സും ഇന്റർസെക്ട് ചെയ്ത് വരുന്നവിടെ നമ്മൾ മാർക്ക് ചെയ്ത് വെക്കുക. അതായത് വീറ്റ് 0 യൂണിറ്റ്സ് ഓഫ് ഔട്ട്പുട്ടും റൈസ് 15ഉം. ഇത് രണ്ടും ഇന്റർസെക്ട് ചെയ്യുന്ന, ഈ രണ്ട് വാല്യൂസും ഇന്റർസെക്ട് ചെയ്യുന്ന എവിടെ വരും? എക്സ് ആക്സിസിൽ 0യും വൈയില് 15ഉമാണ്. അപ്പോ ഈ ഒരു പോയിന്റ് ആവും നമ്മൾ മാർക്ക് ചെയ്യുക. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് എ എന്നുള്ളൊരു പോയിന്റ് ആണ് കൊടുക്കാൻ പറ്റുക. ഓക്കെ ആണല്ലോ? ഒന്നുകൂടെ നോക്കാം. എക്സ് ആക്സിസിൽ വീറ്റ് നമ്മൾ മെഷർ ചെയ്തു, വൈ ആക്സിസിൽ റൈസ്. ഇതിന് ഫസ്റ്റ് ഉള്ള, അതായത് എ എന്നുള്ളൊരു പോസിബിലിറ്റിയിൽ എത്ര യൂണിറ്റ് വീറ്റ് ആണ്? 0 യൂണിറ്റ് വീറ്റും റൈസ് 15 യൂണിറ്റ്സ്. ഈ രണ്ട് വാല്യൂസും ഇന്റർസെക്ട് ചെയ്ത് വരുന്ന പോയിന്റ് ആണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുക. ദെൻ ബി എന്നുള്ളൊരു പോസിബിലിറ്റി നോക്കൂ. സെക്കൻഡ് വൺ, ബിയിൽ എങ്ങനെയാണ്? വീറ്റ് 2 യൂണിറ്റ്സ് ആണ്, അതായത് 2 ക്വിന്റൽസും റൈസ് 14 ക്വിന്റൽസുമാണ്, 14 യൂണിറ്റ്സുമായിട്ടാണ് നമ്മൾ ഇവിടെ മെഷർ ചെയ്യുന്നത്. അപ്പൊ നോക്കി, വീറ്റ് 2 ആൻഡ് റൈസ് എന്ന് പറയുന്നത് 14. ഓക്കെ, ഈ ഒരു പോയിന്റ് നമ്മളിവിടെ മാർക്ക് ചെയ്തു. ഓക്കെ, അപ്പൊ അവിടെ ബി എന്നുള്ളൊരു പോസിബിലിറ്റി ആയി. അഗെയിൻ ഇനി സി എന്ന് പറയുമ്പോൾ എന്താണ്? വീറ്റിന്റെ കേസിൽ 4 ക്വിന്റൽസ് ആണ്. വീറ്റ് 4ഉം റൈസിന്റെ പ്രൊഡക്ഷൻ, റൈസിന്റെ ഔട്ട്പുട്ട് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് എത്രയാ? 12ഉം. ഈ രണ്ട് 12ഉം ഈ 4 യൂണിറ്റ്സും ഇന്റർസെക്ട് ചെയ്ത് വരുന്ന പോയിന്റ് അവിടെയും നിങ്ങളൊന്ന് മാർക്ക് ചെയ്യുക. ഓക്കെ, 4 and 12. ഓക്കെ, ദെൻ ഡി. അപ്പം എ ബി സി നമ്മൾ ആയിട്ടുണ്ട്. ദെൻ ഡി ആണ്. ഡിയില് 6 യൂണിറ്റ് ഓഫ് വീറ്റും 9 യൂണിറ്റ്സ് ഓഫ് റൈസുമാണ്. ഓക്കെ, 6
9 units of okay. Then E എന്നൊരു പോയിന്റിൽ 8 units of wheat 5 units of rice. Okay, 8 units. And the last one, F എന്ന് പറയുന്ന പോസിബിലിറ്റി എങ്ങനെയാണ്? 10 units of wheat 0 unit of rice ആണ്. അപ്പോൾ നമ്മൾ എങ്ങനെ മാർക്ക് ചെയ്യാം? വീറ്റിൽ 10 റൈസിൽ 0 കൂടെ ഇന്റർസെപ്റ്റ് ചെയ്ത് വരുന്ന പോയിന്റ് ഇവിടെ വരും, ഈ ഒരു പോയിന്റിലായിരിക്കും വരും അല്ലേ? അപ്പോൾ ഇതിന് പോസിബിലിറ്റീസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോയിന്റ്സ് എല്ലാം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. കിട്ടുമല്ലോ? ഇനി ഈ പ്ലോട്ടഡ് ആയിട്ടുള്ള പോയിന്റ്സിനെ ജോയിൻ ചെയ്തുകൊണ്ട് നമുക്കൊരു സ്മൂത്ത് കർവ് പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നോക്കുക. ഈ തരത്തിൽ നമുക്കൊരു കർവ് പ്രിപ്പയർ ചെയ്യാം. എന്നിട്ട് തന്നെ നമുക്ക് എന്ത് ചെയ്യാം? പോസിബിലിറ്റീസ് മാർക്ക് ചെയ്യാം. ഓക്കെ, ഇവിടെ 15 ആണെന്ന് ഓർത്തോളണം. ഇവിടെ എ ബി സി ഡി ഇ ആൻഡ് എഫ്. ഓക്കെ, അപ്പോ ഇങ്ങനെ എന്താണ് പ്ലോട്ട് ചെയ്തിട്ടുള്ള പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് വരയ്ക്കുന്ന ഒരു സ്മൂത്ത് കർവ് ആണ് എന്താ? റിഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഓക്കെ, അപ്പൊ കർവ് എന്ന് പറയുന്നത് പോയിന്റ്സ് ഏതൊക്കെയാ? എ ടു എഫ്, എ മുതൽ എഫ് വരെയുള്ള പോയിന്റ്സിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക? റിഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുക. അപ്പൊ എന്ത് മീനിങ് നമുക്ക് കൊടുക്കാം റിഡക്ഷൻ പോസിബിലിറ്റി കർവിന്? സിംപ്ലി നമുക്ക് പറയുന്നത് എന്താണ്? റിഡക്ഷൻ പോസിബിലിറ്റി കർവ് ഈസ് ദി ഗ്രാഫിക്കൽ പ്രസന്റേഷൻ ഓഫ് റിഡക്ഷൻ പോസിബിലിറ്റി സെറ്റ് അല്ലേ? അപ്പോ ഈ റിഡക്ഷൻ പോസിബിലിറ്റി കർവ് പ്രിപ്പയർ ചെയ്യുമ്പോൾ അസംഷൻസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കും ഏതൊക്കെയാണെന്ന്. രണ്ട് ഗുഡ്സ് ആണ്, ടെക്നോളജി കോൺസ്റ്റന്റ് ആണ്, മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ഉണ്ട്, ഷോർട്ട് പീരീഡ് അനാലിസിസ് ഉണ്ട് ഇല്ലേ? അപ്പൊ ഈ അസംഷൻസിനെയും കൂടെ മനസ്സിൽ വെച്ചുകൊണ്ട് PPCക്ക് നമുക്കൊരു മീനിങ് കൊടുക്കാം. എന്താ PPC എന്ന് പറഞ്ഞാൽ? ദാറ്റ് ഇസ് എ കർവ്. ഓക്കെ, ദാറ്റ് ഇസ് എ കർവ് drawn by joining various possible combinations of two goods, okay, that can be produced with available resources and technology within a given period of time. Okay, ഒന്നുകൂടി നമുക്ക് നോക്കാം. PPC എന്ന് പറഞ്ഞാൽ that's a curve drawn by, എങ്ങനെയാണ് നമ്മൾ വരച്ചേ? by joining. അതിനെ ജോയിൻ ചെയ്താണ്. എന്തിനാണ് നമ്മൾ ജോയിൻ ചെയ്തത്? various possible combinations ആണ് അല്ലേ? A, B, C, D, E, etc. are various possible combination of two goods that can be produced എന്നാണ് സിറ്റുവേഷൻ. അപ്പോൾ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഏത് പോയിന്റ്സിൽ വേണമെങ്കിലും ചൂസ് ചെയ്യാം. whether we can prefer A or B or C or D. Each and every points on the production possibility curve means what? There is maximum utilization of resources. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് നമ്മൾ എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക? ഓക്കെ, ഇനി ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലുള്ള ഓരോ പോയിന്റ്സിനും നമ്മൾ പറഞ്ഞു റിസോഴ്സസിനെ നമ്മൾ എങ്ങനെയാണ് യൂട്ടിലൈസ് ചെയ്യുക? മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ് അല്ലേ? അല്ലെങ്കിൽ ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, അപ്പൊ നമ്മളൊരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണ് ഓരോ പോയിന്റ്സും എക്സ്പ്രസ് ചെയ്യുക? പോയിന്റ് എ ഓർ ബി ഷോസ് വാട്ട്? What's the meaning of the points on the production possibility curve? Or what the point is, what's the meaning or what it shows? എന്താണ് ഈ പോയിന്റ്സ് നമുക്ക് എക്സ്പ്രസ് ചെയ്ത് തരിക? അപ്പോൾ ഈ ഓരോ പോയിന്റ്സും ഈച്ച് ആൻഡ് എവറി പോയിന്റ്സ് ഓൺ ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷോസ് മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, ഇപ്പോൾ സപ്പോസ് വാട്ട്സ് ദ മീനിങ് ഓഫ് പോയിന്റ് സി? പോയിന്റ് സി ഷോസ് വാട്ട് എന്നൊരു ചോദ്യം വരുവാണെങ്കിൽ പോയിന്റ് സിയുടെ കോമ്പിനേഷൻസ് നമുക്കറിയാം. എന്താണ്? 4 units of wheat 12 units of rice ആയിരിക്കും അല്ലേ? അപ്പൊ അവിടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ മാക്സിമം പ്രൊഡ്യൂസ് ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുന്ന, ദാറ്റ് ഈസ് ഫുള്ളർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസിലൂടെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ലെവൽ ഓഫ് ഔട്ട്പുട്ട്സ് ആണ് എത്രയാ? 4 units of wheat 12 units of rice. അതിലപ്പുറം നമുക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഔട്ട്പുട്ട് കൂട്ടാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഓരോ പോയിന്റ്സിലും ഉള്ള ഔട്ട്പുട്ട് എന്ന് പറയുന്നത് മാക്സിമം യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട് ആയിരിക്കും. ഓക്കെ, അപ്പൊ അതുകൊണ്ട് ഒരു പോയിന്റ് നിങ്ങൾ നോട്ട് ചെയ്യുക. എനി പോയിന്റ്സ് ഓൺ ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. എനി പോയിന്റ്സ് ഓൺ ദി എന്ന് പറയുമ്പോൾ എ ടു എഫ് മാത്രമല്ല, ഇനി ഇതിനകത്ത് വേറെയും കോമ്പിനേഷൻസ് നമുക്ക് മാർക്ക് ചെയ്യാം ഇല്ലേ? ഇതിനകത്ത് സപ്പോസ് ഇവിടെ ഒരു പോയിന്റ് എടുത്തു എൽ എന്നുള്ളൊരു പോയിന്റ്, ഇത് ഏത് പോയിന്റും ആയിക്കോട്ടെ, എൽ എന്നുള്ള പോയിന്റും അവിടെയും ഇതുപോലെ ഒരു കോമ്പിനേഷൻസ് ഉണ്ടാവും ഇല്ലേ? എന്താണ്?
6 കഴിഞ്ഞു, ഇൻ ബിറ്റ്വീൻ 6.5 എന്നൊക്കെ നമ്മൾ അത്രയും ഒരു 0.7 വരുത്തില്ല, അതിന് ഇൻ ബിറ്റ്വീൻ ആയിരിക്കും. അതുപോലെ 8 എത്തിയിട്ടില്ല, 7 പോയിന്റ് സംതിങ്. അപ്പോൾ ഇത്രയും ഔട്ട്പുട്ട് ഇതിനകത്ത് ഏത് പോയിന്റ്സ് എടുത്താലും എന്താ അതിന്റെ മീനിങ്? മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നുള്ള മീനിങ്. ഓക്കെ, അപ്പോ ഇനി ഏതെങ്കിലും പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ഉള്ളിൽ ഒരു പോയിന്റ് നമ്മൾ നോക്കാം. സപ്പോസ് പോയിന്റ്, ഇവിടെ ഒരു പോയിന്റ് ഞാൻ എടുക്കുകയാണ്. ഓക്കെ, എൽ എന്നുള്ളൊരു പോയിന്റ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഈ എൽ എന്നുള്ള പോയിന്റിന്റെ പ്രത്യേകത എന്താ? which lies below production possibility curve. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ബിലോ, താഴെയായിട്ടാവും നമ്മൾ എന്ത് മാർക്ക് ചെയ്തിട്ടുള്ളത്? എൽ എന്നുള്ളൊരു പോയിന്റ് മാർക്ക് ചെയ്യാം. അപ്പോൾ എൽ എന്ന് പറയുമ്പോൾ അവിടെ കോമ്പിനേഷൻസ് നോക്കൂ അല്ലേ? മറ്റ്, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിലുള്ള ലെവൽ ഓഫ് ഔട്ട്പുട്ടിനേക്കാളും ഇവിടെ പ്രൊഡക്ഷന്റെ അളവ് എങ്ങനെയായിരിക്കും? കുറവായിരിക്കും അല്ലേ? എന്താണ് അവിടുത്തെ റൈസിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 6 ക്വിന്റലും വീറ്റിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 3.5, ദാറ്റ് മീൻസ് നിയറസ്റ്റ് ടു 4 ക്വിന്റൽ. 4 ക്വിന്റൽ കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ എന്താ മീൻ ചെയ്യാം? ഇഫ് എനി പോയിന്റ്സ് ബിലോ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്, അതിന്റെ മീനിങ് എന്തായിരിക്കും? ദാറ്റ് ഷോസ് അവിടെ പ്രൊഡക്ഷൻ ഫുൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തു എന്നാണോ? അല്ല, പ്രൊഡക്ഷൻ കുറവാണ് അല്ലേ? ഇപ്പൊ പ്രൊഡക്ഷൻ കുറയുന്നതിന്റെ റീസൺസ് എന്താണ്? മേ ബി ഏതൊക്കെ വരാം? അണ്ടർ യൂട്ടിലൈസേഷൻ, നമുക്ക് റിസോഴ്സിനെ നമ്മൾ പരമാവധി ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അവിടെ മെയിൻ ചെയ്യുക. ഉദാഹരണത്തിന് ഒരു ഇക്കോണമിയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടെന്ന് കരുതുക. ഇപ്പൊ നമ്മൾ അതിന്റെ കോവിഡിന്റെ കേസസ് കണ്ടതാണ് അല്ലേ? ഇപ്പൊ ഒരു ഇക്കോണമി പ്രോപ്പർ ആയിട്ട് ഫംഗ്ഷൻ ചെയ്യോ? ഇല്ല. ഇപ്പൊ പ്രോപ്പർ ഫംഗ്ഷനിങ് വരില്ല, റിസോഴ്സിനെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? പ്രൊഡക്ഷന്റെ അളവ് കുറയും. ഓക്കെ, ഐഡിയൽ ആയിട്ടുള്ള റിസോഴ്സസ്, അതായത് ഇൻഎഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ്, ഇഫക്റ്റീവായിട്ട് റിസോഴ്സസിനെ യൂട്ടിലൈസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്ഷന്റെ അല്ലെങ്കിൽ ഔട്ട്പുട്ടിന്റെ അളവ് കുറയും എന്നാണ് നമ്മളത് മീൻ ചെയ്യുക. അപ്പോ ഇതുകൊണ്ട് നമുക്ക് മനസ്സിലാക്കാം, പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് ലെഫ്റ്റിലോട്ട് അല്ലെങ്കിൽ ബിലോയിലോട്ട്, പിന്നിലോട്ട് ഏത് പോയിന്റ്സ് വന്നാലും അത് എങ്ങനെയാവും കാണിക്കുക? ഇൻഎഫിഷ്യന്റ് യൂസ് ഓഫ് റിസോഴ്സസ് അല്ലെങ്കിൽ എന്താണ്? അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്ന് നമുക്ക് മീൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റ് പോയിന്റ് ഞാൻ പറഞ്ഞു. എന്താണ് ഒരു പോയിന്റ് നമ്മൾ ബേസിക് ആയിട്ട് ശ്രദ്ധിക്കേണ്ടത്? എനി പോയിന്റ്സ് ഓൺ ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്തിനെ കാണിക്കും? മാക്സിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ്. ഓക്കെ, then any point below the production possibility curve എന്തിനെ കാണിക്കുക? Any point below the production possibility curve shows inefficient or underutilization of resources. Okay, ഇനി അങ്ങനെയാണെങ്കിൽ what about the meaning of any points above production possibility curve? പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് എബോവ് ഒരു പോയിന്റ് വന്നാൽ അത് എന്തിനെയാവും കാണിക്കുക? നമുക്ക് നോക്കാം. ഓക്കെ, ഞാൻ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് പുറത്ത് എസ് എന്നുള്ളൊരു പോയിന്റ് മാർക്ക് ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിച്ചാണ് അല്ലേ? ഇപ്പൊ പ്രൊഡക്ഷൻ PPCക്ക് പുറത്താണ്. എനി പോയിന്റ് എബോവ് PPC അല്ലെങ്കിൽ റൈറ്റ് വേർഡ് ഷിഫ്റ്റ് ഓഫ് PPC എന്ന് നമുക്ക് പറയാം. അപ്പം ഈ ഒരു പോയിന്റ് എടുക്കുമ്പോൾ ഔട്ട്പുട്ടിന്റെ അളവ് എങ്ങനെയാണ് നോക്കൂ? എന്താണ്? പത്ത് യൂണിറ്റ് തന്നെ നമുക്ക് റൈസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, 10 യൂണിറ്റ് വീറ്റും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അപ്പൊ എന്താ മീനിങ്? മോർ യൂണിറ്റ് ഓഫ് ടു ഗുഡ്സ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് അല്ലേ? നേരത്തെ നമ്മൾ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തപ്പോൾ റൈസിന്റെ പ്രൊഡക്ഷൻ എത്രയായിരുന്നു? പോയിന്റ് എഫില് റൈസിന്റെ പ്രൊഡക്ഷൻ 0 ആയിരുന്നു. ഇപ്പോ എസ് എന്നുള്ളൊരു പോയിന്റിന്റെ പ്രത്യേകത എന്താണ്? വീറ്റ് 10 ക്വിന്റൽസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതോടൊപ്പം നമുക്ക് ഇത്ര തന്നെ പ്രൊഡ്യൂസ് ചെയ്യാം, റൈസും 10 ക്വിന്റൽസ് പ്രൊഡ്യൂസ് ചെയ്യാം എന്ന് പറഞ്ഞാല് മോർ ഔട്ട്പുട്ട് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് അല്ലേ? കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാം എന്നാണ് മീനിങ്. അപ്പൊ എപ്പോഴും ഈ കൂടുതൽ ഔട്ട്പുട്ട് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുക? ടെക്നോളജിക്കൽ ഇംപ്രൂവ്മെന്റ് വന്നാലോ അല്ലെങ്കിൽ റിസോഴ്സസിന്, അതായത് ലാൻഡ് കൂടുതലായിട്ട് നമ്മൾ യൂട്ടിലൈസ് ചെയ്യും. ഇപ്പൊ കുറച്ച് 50 സെന്റിനാണ് നമ്മൾ എക്സാമ്പിൾ പറഞ്ഞത് ഇല്ലേ? അതിനേക്കാളും കുറച്ച് കൂടുതൽ ലാൻഡ് നമ്മൾ കൾട്ടിവേറ്റ് ചെയ്യുന്ന സിറ്റുവേഷൻ ഉണ്ടെന്ന് വിചാരിക്കാം. അപ്പൊ തീർച്ചയായിട്ടും ഔട്ട്പുട്ടിന്റെ അളവ് ഇൻക്രീസ് ചെയ്യാം. നോർമലി ഇക്കോണമിയിൽ പുതിയ ടെക്നോളജി, പുതിയ സീഡ്സ് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഫാക്ടേഴ്സ് നമ്മൾ കോൺസ്റ്റന്റ് ആയിട്ട് അസ്യൂം ചെയ്തിട്ടുള്ള ഫാക്ടേഴ്സ് ചേഞ്ച് ചെയ്താൽ തീർച്ചയായിട്ടും പ്രൊഡക്ഷന്റെ അളവ് ഇൻക്രീസ് ചെയ്യും. സോ ഇൻക്രീസ് ചെയ്യാനുള്ള റീസൺ എന്ന് പറയുന്നിടത്തോളം ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, റിസോഴ്സസിന് ഗ്രോത്ത് ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും. ഓക്കെ, സോ നമ്മൾ എന്താ മീൻ ചെയ്യാം? മൂന്നാമത്തെ ഒരു പോയിന്റ് പോസിബിലിറ്റി അല്ലെങ്കിൽ പോയിന്റ് ആയിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്നത് എനി പോയിന്റ് എബോവ് ദ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷോസ് വാട്ട്? ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്.
അല്ലേ? ഇപ്പൊ നമ്മൾ ഗവൺമെന്റ് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നുണ്ട് അല്ലേ? എന്താണ്, ഒരു പ്ലാനിലായിക്കോട്ടെ നോൺ പ്ലാൻ ആയിക്കോട്ടെ, ഗവൺമെന്റ് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ പ്രോജക്റ്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഇപ്പൊ എഡ്യൂക്കേഷണൽ പർപ്പസിനോ അല്ലെങ്കിൽ റോഡ്സിന്റെ കൺസ്ട്രക്ഷന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഇൻവെസ്റ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും എന്ത് സംഭവിക്കും? അതിനനുസരിച്ച് ഇക്കോണമിയിൽ പ്രൊഡക്ഷൻ നടക്കും, അതിനനുസരിച്ച് ഔട്ട്പുട്ട് കൂടും, ഇൻകം ജനറേഷൻ ഇൻക്രീസ് ചെയ്യും. ഇതൊക്കെ ഇഫക്ട്സ് ആണ്. അപ്പോൾ ഡെഫിനറ്റ്ലി റിസോഴ്സസ് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്യും, ദാറ്റ് മീൻസ് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യും. അതെങ്ങനെയാണ് നമ്മൾ എക്സ്പ്രസ് ചെയ്യുക? റൈറ്റ്വേർഡ് ഷിഫ്റ്റ് അല്ലെങ്കിൽ എന്താ പറയാം, അപ്വേർഡ് ഷിഫ്റ്റ് ഓഫ് ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയാം. അല്ലെങ്കിൽ എന്താണ്, എനി പോയിന്റ് എബവ് ദി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ്. ഇവിടെ നമ്മൾ ഈ പോയിന്റ്സിനെ ജോയിൻ ചെയ്ത് എന്ത് ചെയ്യാം? ഇതുപോലെ ഒരു കർവ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം അല്ലേ? അപ്പൊ ഈ തരത്തിലൊരു പുതിയ കർവ് നമുക്ക് പ്രിപ്പയർ ചെയ്യാം. അപ്പൊ അതിനെ നമ്മൾ റൈറ്റ്വേർഡ് ഷിഫ്റ്റ് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാം. റൈറ്റ്വേർഡ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഷിഫ്റ്റ് ചെയ്യുവാണെങ്കിൽ അതിന്റെ അർത്ഥം that is only because of what? Growth of resources. ഓക്കെ അല്ലേ? ഈ ഗ്രാഫ് നമ്മളൊന്ന് പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം, വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഓക്കെ, ഇനി പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന്റെ ഷേപ്പ് എന്താണെന്ന് നോക്കൂ. ഈ ഷേപ്പ് എന്ന് പറയുമ്പോൾ എന്ത് ഷേപ്പ് ആയിട്ട് വരും? കോൺകേവ് ആണ് അല്ലേ? അപ്പൊ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് കോൺകേവ് ടു ദി ഒറിജിൻ ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അത് ശ്രദ്ധിച്ചോളുക. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയുന്നത് കോൺകേവ്. അപ്പൊ എന്തുകൊണ്ടാണ് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് ഇങ്ങനെ ഒരു കോൺകേവ് ഷേപ്പ് വരിക? അപ്പൊ അത് നോക്കണമെങ്കിൽ നമുക്ക് പുതിയൊരു കോൺസെപ്റ്റ് പഠിക്കണം. ഓക്കെ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് നോക്കാം. ഇവിടെ നമ്മൾ ഫസ്റ്റ് കോമ്പിനേഷൻ എടുക്കുമ്പോൾ 15 യൂണിറ്റ്സ് ആണ് റൈസ്. അപ്പൊ നമ്മൾ വീറ്റ് എന്ന് പറയുന്നത് 0. അപ്പോ ഇവിടെ നമ്മൾ സെക്കൻഡ് പോസിബിലിറ്റി എടുത്ത ഈ ഒരു കേസ് മാത്രം ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിയേ. ഈ ഒരു സിറ്റുവേഷനിൽ നമ്മൾ എ എന്നുള്ള പോസിബിലിറ്റിയിൽ റൈസ് കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തു, വീറ്റിന്റെ പ്രൊഡക്ഷൻ 0 ആണ്. രണ്ടാമത്തെ പോസിബിലിറ്റിയിൽ എന്താ, വീറ്റിന്റെ പ്രൊഡക്ഷൻ നമ്മൾ പ്രൊഡക്ഷൻ കൂട്ടി. എങ്ങനെ നമുക്ക് കൂട്ടാൻ കഴിഞ്ഞു? റൈസിന്റെ പ്രൊഡക്ഷൻ കുറച്ചിട്ട്. അപ്പൊ ഇവിടെ നമ്മൾ ചിന്തിക്കുന്നത് എന്താണ്? ബെസ്റ്റ് ആയിട്ട് കുറച്ച് വ്യക്തികളെങ്കിലും എന്തായിട്ട് ചിന്തിച്ചു? റൈസിനേക്കാളും ബെസ്റ്റ് ആണ് വീറ്റ് എന്ന് ചിന്തിച്ചത് കൊണ്ടാണ് അവർ എന്ത് ചെയ്യേണ്ടി വന്നത്? ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം അക്സെപ്റ്റ് ചെയ്തിട്ട് തൊട്ട് ബെസ്റ്റ് ആയിട്ടുള്ള നെക്സ്റ്റ് ബെസ്റ്റ് ആയിട്ടുള്ള ഐറ്റത്തിനെ നമ്മൾ ഫോർഗോൺ ചെയ്യും. അതായത് കുറച്ച് ഇൻഡിവിജ്വൽസിനെങ്കിലും ബേസ് ചെയ്ത് നമുക്ക് എന്ത് ചിന്തിക്കാം? അവർ കൺസിഡർ ചെയ്യുന്ന എന്താണ്? റൈസിനേക്കാളും വീറ്റ് ആണ് അവരുടെ ബെസ്റ്റ് ഔട്ട്പുട്ട് എന്ന്, അല്ലെങ്കിൽ ബെസ്റ്റ് വുഡ് ആയിട്ട് അവർ കൺസിഡർ ചെയ്യാം. നമ്മളിപ്പോ എന്താ ചെയ്യാം? നമ്മുടെ മനസ്സിൽ വീറ്റ് ആണ് എന്താ ബെസ്റ്റ്, റൈസ് നെക്സ്റ്റ് ബെസ്റ്റ് ആണ് അല്ലെങ്കിൽ സെക്കൻഡ് ബെസ്റ്റ് ആണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഔട്ട്പുട്ടിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും അല്ലെ? എന്നിട്ട് തൊട്ടടുത്ത ബെസ്റ്റ്, വീറ്റ് ഇല്ല എങ്കിൽ ഡെഫിനറ്റ്ലി ഏതായിരിക്കും? റൈസ് ആയിരിക്കും. അപ്പൊ നമ്മൾ ഇവിടെ ബെസ്റ്റ് എന്ന് പറയുന്നത് എന്താണ്? വീറ്റ് ആണ് നമുക്ക് ബെസ്റ്റ് ആയിട്ട് നമ്മൾ ചിന്തിച്ചത്. ഓക്കെ, അപ്പോ ബെസ്റ്റ് ആയിട്ടുള്ള ഒരു വീറ്റിനെ ഞാൻ അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ ഐ ഹാവ് ടു ഫോർഗോൺ വാട്ട്? നെക്സ്റ്റ് ബെസ്റ്റ്. ബെസ്റ്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ബെസ്റ്റ് എന്താണോ അതിനെയാണ് നമ്മൾ നെക്സ്റ്റ് ബെസ്റ്റ് എന്ന് പറയും. ഓക്കെ, ആ നെക്സ്റ്റ് ബെസ്റ്റിനെ നമ്മൾ ഫോർഗോൺ ചെയ്യേണ്ടി വരും, ത്യജിക്കേണ്ടി വരും, സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. അങ്ങനെ സാക്രിഫൈസ് ചെയ്യുന്നതിനുണ്ടാവുന്ന കോസ്റ്റിനെയാണ് നമ്മൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിന് നമ്മൾ ഇക്കണോമിക് കോസ്റ്റ് എന്നും പറയാം. ഓർത്തോളൂ, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? വളരെ ഇമ്പോർട്ടൻ്റ്, നമ്മൾ ഫോർഗോൺ ചെയ്യുന്ന കോസ്റ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക. അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് ബെസ്റ്റ് കോസ്റ്റ് ഫോർഗോൺ ഫോർ ഒബ്റ്റെയിനിങ് എനിത്തിങ്. ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ ഐറ്റം അക്സെപ്റ്റ് ചെയ്യാൻ വേണ്ടി, ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? നെക്സ്റ്റ് ബെസ്റ്റിനെ നമ്മൾ അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് ബെസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്യും? ഫോർഗോൺ ചെയ്യും, സാക്രിഫൈസ് ചെയ്യും. ആ സാക്രിഫൈസ് ചെയ്യുന്നതിനെയാണ് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് അഥവാ ഇക്കണോമിക് കോസ്റ്റ് എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്താണെന്ന് നമുക്ക് കിട്ടിയില്ല അല്ലേ? ഇനി നമ്മൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് ഉണ്ട്. അതായത് അഡീഷണൽ ആയിട്ടൊരു ഗുഡ് കിട്ടുന്നതിന് വേണ്ടി, അഡീഷണൽ ആയിട്ട് അതായത് ഒരു ഗുഡിന്റെ അഡീഷണൽ യൂണിറ്റ്സ് കിട്ടുന്നതിന് വേണ്ടി വേറൊരു ഗുഡിനെ നമ്മൾ ഫോർഗോൺ ചെയ്യണം അല്ലേ? അപ്പോൾ ആ ഫോർഗോൺ ചെയ്യുന്ന റേറ്റിനെയാണ് നമ്മൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയുക. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറഞ്ഞാൽ റേറ്റ് ഓഫ് സാക്രിഫൈസിങ്, ഓക്കെ, റേറ്റ് ഓഫ് സാക്രിഫൈസിങ് ദി യൂണിറ്റ് ഓഫ് ഓൺ ഗുഡ് for what?
for obtaining more and more units of some other good. അതായത് ഒരു ഗുഡ് കിട്ടുന്നതിന് വേണ്ടി വേറൊരു ഗുഡിന്റെ യൂണിറ്റ്സ് സെർട്ടൻ യൂണിറ്റ്സ് നമ്മൾ സാക്രിഫൈസ് ചെയ്യുന്നുണ്ട്. അത് ഏത് റേറ്റിലാണ് സാക്രിഫൈസ് ചെയ്യുക എന്നുള്ളതിനെയാണ് നമ്മൾ മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നുകൊണ്ട് മീൻ ചെയ്യുക, MOC. ഓക്കെ, MOC എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ നോക്കുക, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇറ്റ് ഈസ് ദ റേറ്റ് അറ്റ് വിച്ച് യൂണിറ്റ്സ് ഓഫ് ഓൺ ഗുഡ് സാക്രിഫൈസ്ഡ് ഫോർ ഒബ്റ്റെയിനിങ് മോർ ആൻഡ് മോർ യൂണിറ്റ്സ് ഓഫ് സം അതർ ഗുഡ് എന്നാണ്. ഇപ്പൊ ഇവിടെ നോക്കൂ, ഇവിടെ നമ്മൾ 2 യൂണിറ്റ് വീറ്റ് കിട്ടുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, റൈസിന്റെ സെർട്ടൻ യൂണിറ്റ്സ് ഓഫ് റൈസ് നമ്മൾ ഫോർഗോൺ ചെയ്തു. അത് ഏത് റേറ്റിലാണ് ഫോർഗോൺ ചെയ്തതെന്ന് നമുക്ക് നോക്കാം. സപ്പോസ് ഞാൻ ഇവിടെ എഴുതിയിട്ടുണ്ട് MOC കണ്ടുപിടിക്കുകയാണ്. ഫസ്റ്റ് കേസിൽ നമ്മൾ എന്താണ്, ഒന്നും നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടില്ല. എൻ്റെ നമ്മൾ എന്തായിട്ടുണ്ട്, റൈസ് തന്നെ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. വീറ്റിന്റെ പ്രൊഡക്ഷൻ 0 ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുക, അല്ലേ? ഇനി പോസിബിലിറ്റി ബി എന്ന് മുതൽ നോക്കിയേ, ഒരു യൂണിറ്റ് നമ്മൾ, അതായത് 0-ൽ നിന്ന് 2 യൂണിറ്റ് വീറ്റ് അഡീഷണൽ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു, റൈസിന്റെ ഒരു യൂണിറ്റ്, 1 ക്വിന്റൽ വേണ്ടാന്ന് വെച്ചു, ഫോർഗോൺ ചെയ്തു. അപ്പൊ ഇവിടെ നമുക്ക് എന്ത് എഴുതാം, MOCയുടെ കേസിൽ 1 എന്ന് കൊടുക്കാം. ഓക്കെ, ഫോർഗോൺ ചെയ്തത് 1 യൂണിറ്റ് ആണ് നമ്മൾ ഫോർഗോൺ ചെയ്തിട്ടുണ്ടാവുക. രണ്ടാമത്തെ പോയിന്റ് സി എന്നുള്ള കേസ് നോക്കിയേ, പോസിബിലിറ്റിയില് 2 യൂണിറ്റിൽ നിന്ന് 4 യൂണിറ്റ് വീറ്റ്, അതായത് 2 യൂണിറ്റ് അഡീഷണൽ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, 14 യൂണിറ്റ്സിൽ നിന്ന് 12 യൂണിറ്റ്സ് ആയിട്ട് റൈസിന്റെ പ്രൊഡക്ഷൻ സാക്രിഫൈസ് ചെയ്തു. അവിടെ നമുക്ക് 2 എന്ന് കൊടുക്കാം, അല്ലേ? അഗെയിൻ ഇതുപോലെ സാക്രിഫൈസ് ചെയ്ത റേറ്റ് നമ്മൾ കണ്ടുപിടിച്ച് നോക്കുക. ഇവിടെ എന്താവും, 3 ആവും. അഗെയിൻ ഇവിടെ 4 ആയി. ലാസ്റ്റ് വൺ നമുക്ക് 5 ആയിട്ട് കിട്ടും, ഇല്ലേ? അപ്പോ ഈ ഒരു റേറ്റിലായിരിക്കും നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാവുക, റൈസിന്റെ പ്രൊഡക്ഷൻ നമ്മൾ സാക്രിഫൈസ് ചെയ്തിട്ടുണ്ടാവുക. ഓക്കെ, അപ്പൊ ഇതിന്റെ റേറ്റ് എങ്ങനെയാണെന്ന് നോക്കുക. MOC എന്ന് കണ്ടുപിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് നോക്കുക. MOC എങ്ങനെയാണ്, റേറ്റ് ഓഫ് സാക്രിഫൈസിങ് the units of particular good for what, for obtaining more and more units of other good. അതായത് വീറ്റ് എന്നുള്ള ഗുഡ് ഒബ്റ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ റൈസ് എന്നുള്ള ഗുഡിന്റെ സെർട്ടൻ യൂണിറ്റ്സ് നമ്മൾ എന്ത് ചെയ്തു, ഫോർഗോൺ ചെയ്തു. ആ റേറ്റിനെയാണ് നമ്മൾ എന്തായിട്ട് കൺസിഡർ ചെയ്യുക, MOC. ഇപ്പൊ സാക്രിഫൈസ് ചെയ്ത റേറ്റ് ആണ് ഞാൻ എഴുതിയിട്ടുള്ളത്. അപ്പൊ അത് നോക്കുക, 15-ൽ നിന്ന് 14 ആയിട്ട് കുറയ്ക്കുമ്പോൾ 1 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്തു. 14-ൽ നിന്ന് 12 ആയിട്ട് കുറയ്ക്കുമ്പോൾ 2 യൂണിറ്റ് സാക്രിഫൈസ് ചെയ്തു എന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ ട്രെൻഡ് നോക്കിയേ. MOCയുടെ ട്രെൻഡ് എങ്ങനെയാണ്, 1, 2, 3, 4, 5. അതിന്റെ ട്രെൻഡ് ഫോർഗോൺ ചെയ്യുന്ന റേറ്റ് എന്ത് ചെയ്യാണ്, ഇൻക്രീസ് ചെയ്യുവാണ്. ഓക്കെ, സോ ഇൻക്രീസിംഗ് ട്രെൻഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം, ഇൻക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്, IMOC. Increasing marginal opportunity cost is the reason for the concave shape of PPC. ഇപ്പൊ PPCക്ക് പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിന് കോൺകേവ് ഷേപ്പ് ആവാനുള്ള റീസൺ എന്തായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം, ഇൻക്രീസിംഗ് മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. ഇപ്പൊ നിങ്ങളൊരു കാര്യം ചെയ്യുക, ഇമാജിനറി ഒരു ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. അതിന് ബേസ് ചെയ്തിട്ട് ഒരു ഗ്രാഫ് എടുക്കുക. ഓക്കെ, MOC കണ്ടുപിടിക്കണം. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള മാത്തമാറ്റിക്കൽ പോർഷൻ ആണ്. അപ്പൊ അതൊക്കെ ഒന്ന് നിങ്ങൾ നന്നായിട്ട് ഈ ഗ്രാഫ് അല്ലെങ്കിൽ ഈ ഒരു ഐറ്റം നന്നായിട്ട് മനസ്സിലാക്കി എടുക്കുക. ഇതിന്റെ ബേസിൽ ഞാൻ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. അത് നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് നോക്കുമ്പോൾ അത് ക്ലിയർ ആവും. ഓക്കെ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് എന്ത് ചെയ്യണം, കമന്റ് ബോക്സിലേക്ക് കൊടുക്കുക. മനസ്സിലായിട്ടുണ്ടെങ്കിൽ അത് ഓക്കെ ആക്കുക. ഓക്കെ, താങ്ക് യു. അടുത്ത ക്ലാസ്സിൽ കാണാം.